നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വലിയ വലിയ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ്, ഡോക്ടേഴ്സ്, അതുപോലെ നമ്മളെ ഓല് റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡുകൾ, നമുക്ക് വരുന്ന പരസ്യങ്ങൾ, ഇതൊക്കെ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ അയാൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് റെഡ് മീറ്റ്, അതുപോലെ എഗ്ഗ്, അതുപോലെ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കാട്ടിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഹണ്ട് ചെയ്താൽ കിട്ടുന്നതും, അതുപോലെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സും, അതുപോലെ നമുക്ക് കിട്ടുന്ന ഡയറി, അതായത് പാല്, അതുപോലെ നമുക്ക് കിട്ടുന്ന ഹണി, അങ്ങനത്തെ സംഭവങ്ങൾ. ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഒരാൾ ഫുൾ കഴിക്കുന്നത്. നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടി ഇങ്ങനെ ഒരു ഇതിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഫക്കിങ് സ്ട്രോങ്, ഡെഫിനറ്റ്ലി. കാരണം അത്രയും അടിപൊളി ഫുഡാണ് മൂപ്പർ കഴിക്കുന്നത്. ഡയറക്റ്റ് ടിഷ്യൂസ്, മീറ്റിൽ നിന്നൊക്കെ കഴിച്ച്, എഗ്ഗൊക്കെ കഴിച്ചാണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് ഒക്കെ കഴിച്ചാണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെ ബോൺസ് ആണെങ്കിലും, അയാളെ ജോയിൻസ് ആണെങ്കിലും, അയാളെ മസിൽസ് ആണെങ്കിലും ഒക്കെ ഫുൾ സ്ട്രോങ് ആയിക്കാരം. അയാൾക്ക് എന്തുണ്ടാവും, നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും, നല്ല ക്ലാരിറ്റി ഉണ്ടാവും, തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടാവും, ഷാർപ്പായിരിക്കും, ടയേർഡ് ആവില്ല, എനർജി ഉണ്ടാവും, ഫുൾ എന്താണ് പറയുക, മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, മൂഡ് സ്വിങ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരാളായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഡിസീസ് കുറവായിരിക്കും. ഡിസീസ് കുറവായ എന്താ പ്രശ്നം? ഹി വോണ്ട് ഗോ ടു ഹോസ്പിറ്റലിലേക്ക് പോയില്ലെങ്കിലോ വല്ലാതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, മരുന്ന് ചിലവാവില്ല. മനസ്സിലായോ? ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഡാർക്ക് സംഭവത്തിൻ്റെ ഉള്ളിൽ അടങ്ങി കിടക്കുന്നുണ്ട്.